കോട്ടയം മെഡിക്കൽ കോളേജിൽ നേരത്തെ ഒരു കെട്ടിടം, പഴയ ഒരു കെട്ടിടം തകർന്ന് അപകടമുണ്ടായത് അധികകാലമായിട്ടില്ല. ഇപ്പോൾ അവിടെ പഴയ സർജിക്കൽ ബ്ലോക്ക് കെട്ടിടം പൊളിച്ചു മാറ്റാത്തത് വലിയ അപകട ഭീഷണി ഉയർത്തുകയാണ്. നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് അടർന്നു വീഴുന്നത് പതിവായിരിക്കുകയാണ്. കെട്ടിടം പൊളിക്കാനുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടെങ്കിലും യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ജൂലൈ 3-നാണ് ശുചിമുറി ശൗചാലയം ഇടിഞ്ഞു വീണ് മകൾക്ക് കൂട്ടിരിപ്പിനെത്തിയ ബിന്ദു മരിച്ചത്. ഈ കാണുന്ന കെട്ടിടത്തിന്റെ ഭാഗമായിരുന്നു ആ ശുചിമുറി ശൗചാലയം. കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടത്തിൽ നിന്നും സംഭവത്തെ തുടർന്ന് രോഗികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഉടൻ തന്നെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുമെന്ന് അറിയിച്ചതാണ്. എന്നാൽ ഒന്നും നടന്നില്ല. നിലവിൽ ആയിരക്കണക്കിന് ആളുകളാണ് ചികിത്സ തേടി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ഇവർക്കൊപ്പം കൂട്ടിരിപ്പുകാരുമുണ്ട്. കാലപ്പഴക്കം മൂലം കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന ഈ കെട്ടിടത്തിന് സമീപത്തുകൂടിയാണ് ഭൂരിഭാഗം പേരും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അപകട ഭീഷണിയാണ് ഇവിടെയുള്ളത്. പുതിയ ബ്ലോക്കിലേക്ക് കടന്നു പോകുന്ന മുഴുവൻ ആൾക്കാർ ഈ റോഡിൽ കൂടെ ക്രോസ് ചെയ്ത് പോകേണ്ട ഈ ബിൽഡിങ്ങിൽ കൂടെ ക്രോസ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയുള്ളത്. കാഷ്വാലിറ്റി എന്നുള്ള രോഗികളെ പലപ്പോഴും സ്ട്രെച്ചറിലും അതുപോലെ തന്നെ വീൽ ചെയറിലും ഒക്കെ തള്ളിക്കൊണ്ടു പോകുന്നതൊക്കെ ഈ ബിൽഡിങ്ങിലൂടെയാണ്. എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ ഇനി വരുന്നത് ചെറിയ ദുരന്തമായിരിക്കില്ല. ഒരു ബാത്റൂം ഇടിഞ്ഞു വീണപ്പോൾ ഒരാൾ മരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഇനി കെട്ടിടത്തിന്റെ വിഷയം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ജീവഹാനി ഉണ്ടാവും. അതുകൊണ്ട് അത് അനാസ്ഥ ഉണ്ടാകാതെ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ്. പലപ്പോഴും തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവാകുന്നത്. OP, അത്യാഹിത വിഭാഗം എന്നിവിടങ്ങളിൽ നിന്നും വാർഡുകളിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്നതിനുള്ള വഴിയും ഈ കെട്ടിടത്തിനുള്ളിലൂടെയാണ്. വിവിധ ഏജൻസികൾക്ക് പുറമെ ആരോഗ്യവകുപ്പും ഇവിടെ പഠനം നടത്തിയതാണ്. ഈ പഠനത്തിൽ സർജിക്കൽ ബ്ലോക്കിന് ഉറപ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ജൂലൈ 3-നുണ്ടായ അപകടത്തിന് പിന്നാലെ ജില്ലാ കളക്ടർ സമാനമായ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. എന്നാൽ നടപടി സ്വീകരിക്കേണ്ടവർ യാതൊന്നും ചെയ്തില്ല. ചികിത്സയുടെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിൽ ഒന്ന് തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. പക്ഷേ ഈ അനാസ്ഥ മൂലം ആ പേരിന് കളങ്കം വരുത്തരുതെന്നാണ് പറയാനുള്ളത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ടോബി പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്, ആവർത്തിക്കാനുള്ളത്. സംസ്ഥാനത്ത് ചികിത്സയുടെ കാര്യത്തിൽ, സർക്കാർ ആശുപത്രികളുടെ കാര്യത്തിലൊക്കെ ഏറ്റവും മികച്ച ആശുപത്രിയാണ് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്നതിൽ തർക്കമില്ല. ഡോക്ടർ ജയകുമാറിനെ പോലെയുള്ള വളരെ വിദഗ്ധരായ, സാധാരണക്കാർക്ക് പ്രാപ്യമായ ഡോക്ടർമാർ നിരവധിയുള്ള ആശുപത്രിയാണ്. പക്ഷേ ഈ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം അത് രോഗികൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ആ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ് ഇത്തരം ആശുപത്രികളിൽ അനിവാര്യമായി വേണ്ടത്. വനജ PR പറയുന്നുണ്ട്, ഒരു ദുരന്തമുണ്ടാകുന്നത് വരെ കാത്തിരിക്കും ഈ അധികാരികൾ ഉണരുന്നതിന് എന്ന്. അങ്ങനെ ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ. മോഹൻ പിലാത്തറ പറയുന്നുണ്ട്, പഴയ കെട്ടിടം പൊളിക്കുന്നതിലും ലാഭമാകാം അത് വീണുപോകുന്നത്. അതിനാൽ പരാതിയും പരിഭവവും ഇല്ലാതെ വഴിമാറിപ്പോകാൻ ശ്രദ്ധിക്കുക എന്നൊക്കെ. പക്ഷേ അതല്ല അധികാരികൾ ചെയ്യേണ്ടത്. ആ പഴയ കെട്ടിടം, പ്രത്യേകിച്ച് രോഗികൾക്ക് ഭീഷണി ഉയർത്തുന്ന അത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുക, പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.